ഇന്നലെ എൻ്റെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് 2.5 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ കോയമ്പത്തൂർ ഐമെഡ് ഹോസ്പിറ്റലിലേക്ക് പോയ ദിവസമായിരുന്നു. എൻ്റെ മനസ്സ് നിറയെ സന്തോഷമാണ്. എൻ്റെ മനസ്സ് നിറയെ എൻ്റെ ആ ക്ലിയർ വിഷൻ 2.5 മാസമായിട്ട് ഞാൻ ആസ്വദിച്ചതിൻ്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫുഷ് ഡിസ്ട്രോഫി എന്ന ഒരു അപൂർവ രോഗം എൻ്റെ കണ്ണുകൾ കൊണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവസാനം എന്നെ പരിശോധിച്ച ഡോക്ടർ ഇതിന് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറിലേക്ക് റെക്കമെൻഡ് ചെയ്യുമ്പം അതിലും പ്രഗത്ഭനായി മറ്റൊരാളില്ല എന്ന് എന്നോട് പറഞ്ഞത് മറ്റാരോ അല്ല, പ്രഗത്ഭരായ ഒരുപാട് ഐ സ്പെഷ്യലിസ്റ്റുകളാണ്, ഓഫ്താൽമോളജിസ്റ്റുകളാണ്. അവിടെ ചെന്നു അവർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളത് ഇന്നെൻ്റെ കാഴ്ച എന്നോട് പറയുകയാണ്. എത്ര മനോഹരമെന്നറിയാം കാഴ്ച. 100-ൽ 100 കാഴ്ചയാണ്. കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പം 100/100 അത്രയ്ക്ക് മനോഹരം, ഫുൾ A+, ഒരു സംശയവുമില്ല. ഞാൻ പോകുമ്പം എനിക്ക് കോയമ്പത്തൂർ അവ്യക്തമായൊരു നഗരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യ ദിവസം പോയപ്പോൾ ഓപ്പറേഷന് മുമ്പ്, ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നത് വ്യക്തമായ നഗരമാണ്. ഒരുപാട് ആസ്വദിക്കാൻ കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഓപ്പറേഷൻ എന്നെ വേദനിപ്പിച്ചില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത സമയം എന്നെ വേദനിപ്പിച്ചില്ല. പക്ഷേ എൻ്റെ രോഗങ്ങൾ എന്നെ വേദനിപ്പിക്കരുത് എന്നും എന്നെ അസ്വസ്ഥമാക്കരുത് എന്നും ട്രസ്റ്റോടെ ഞാൻ ചെയ്ത എൻ്റെ ഇൻഷുറൻസ് കമ്പനി എന്നെ അങ്ങനെ വട്ടം കറക്കുകയാണ്. വളരെ വിഷമമുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കാൻ അവിടെ മനുഷ്യന്മാരില്ല. ഒരു കമ്പനിയിലും മനുഷ്യന്മാരില്ല നമ്മുടെ ശബ്ദം കേൾക്കാൻ. നമ്മളെ ചേർത്തുമ്പം ഏതോ ഒരു മനുഷ്യൻ വരും, ഏജൻറ്റ് എന്ന് പറയുന്നൊരു മനുഷ്യൻ വരും. അവർ നമ്മുടെ ശബ്ദം കേൾക്കും. കാരണം അവർക്കതിലൂടെ റിവാർഡ് കിട്ടും. കേട്ടുന്ന സമയത്ത് നല്ലൊരു പെർസെൻറ്റേജ് മണി കിട്ടും. അതവരെ സന്തോഷിപ്പിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ക്ലെയിം തിരിച്ചു പിടിക്കുമ്പം, ക്ലെയിം ഇങ്ങോട്ട് തിരിച്ച് വാങ്ങിയെടുക്കുമ്പം അവിടെ കേൾക്കാൻ മനുഷ്യരില്ല. അവിടെ ടെക്നോളജി മാത്രമേ ഉള്ളൂ. ടെക്നോളജിയാണെങ്കിൽ ഞാനും ടെക്നോളജിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓരോ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനും മറ്റൊക്കെ. ഇനി 15-ാം തീയതിയാണ് ഡിസിഷൻ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ സർജറിക്ക് വേണ്ടി കാത്തിരുന്നതിനേക്കാളും സ്ട്രെസ്സോടെ ഇവരെന്ത് ഡിസിഷൻ എടുക്കുമെന്ന്. ഇത് പണത്തിൻ്റെ പ്രശ്നമല്ല, അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അഭിമാനമുണ്ട് നമുക്ക്. നമ്മുടെ കളിയാക്കല്ലേ, നമുക്ക് ചെയ്ത വിലപ്പെട്ടൊരു സർജറി അവർ നിരാകരിക്കുമ്പം അത് നമ്മൾ അഭിമാനത്തിന് എറ്റുന്ന ക്ഷതമാണ്. ഇവിടെ എൻ്റെ ജാതി നോക്കരുത്, നിങ്ങൾ എൻ്റെ മതം നോക്കരുത്, അതൊക്കെ നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡിലെ മൈൻഡ് സെറ്റ് അവനാ കാക്കല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ തോന്നും. അതല്ല, ഇത് മനുഷ്യൻ്റെ ശബ്ദമാണ്.